എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജെ കെ നായർ, പ്രിൻസിപ്പൽ ജെ കെ അക്കാഡമി. അപ്പോൾ നമുക്ക് ഇന്ന് പ്ലസ് ടു പ്രിലിമിനറി എക്സാമിൻ്റെ രണ്ടാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ടാം ഘട്ടത്തെ പ്രൊഫഷണൽ ആൻസർ കീ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫും കൂടെ നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ള. രണ്ട് ഘട്ടവും പൂർത്തിയായ സ്ഥിതിക്ക് നമുക്ക് കട്ട് ഓഫ് എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, C9 നൂറ്റാണ്ടില് മാർസപ്പീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, തരിസാപ്പള്ളി ശാസനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫക്രാനങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഹാർവി സ്ലോക്കം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ എ ആണ് ആൻസർ, അൽ ഹിലാൽ ആണ്, അൽ ഹിലാൽ. അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ സി ആണ്, കെരൻസ്കി ആണ്, കെരൻസ്കി. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം ലോകമയുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം ഏത്? ഓപ്ഷൻ ഡി ആണ്, കനാലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാതിരാസൂര്യൻ ദൃശ്യമാകുന്ന പ്രസിദ്ധമായ സ്ഥലം ഏത്? ഓപ്ഷൻ ഡി ആണ്, ഓസ്ലോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി ആണ്, കായാന്തരിത ശില, കായാന്തരിത ശിലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂനികുതി ഈടാക്കുന്നതിന് ഉടമസ്ഥാവകാശം കാണിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഭൂപടം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, കഡസ്ട്രൽ ഭൂപടങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, GPS പകരമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, IRNSS ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പാലക്കാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം? ഓപ്ഷൻ സി ആണ്, പാർലമെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം നിലയിൽ വന്ന വർഷം? ഓപ്ഷൻ ബി ആണ് ആൻസർ, 2005 ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ? ഓപ്ഷൻ എ ആണ്, ശ്യാം സരൺ നെഗിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം? ഓപ്ഷൻ ഡി ആണ്, ഗവേണൻസ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ തലത്തില് അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം? ഓപ്ഷൻ എ ആണ്, ലോക്പാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 32 ആണ്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണെന്ന് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ജവഹർലാൽ നെഹ്റു ആണ് ആൻസർ. നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്, 4. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ്? ഓപ്ഷൻ എ ആണ്, റിട്ട് ആണ്. ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അഥവാ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം? ഓപ്ഷൻ സി ആണ് ആൻസർ, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ ബി ആണ്, 124 ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 23ാമത്തെ ഗവർണർ? ഓപ്ഷൻ എ ആണ്, രഘുറാം രാജൻ. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ അടൽ പെൻഷൻ യോജന പ്രഖ്യാപിച്ചത് എന്ന്? ഓപ്ഷൻ സി ആണ് ആൻസർ, 9 മെയ് 2015 ആണ്. താഴെ കൊടുത്തിട്ടുള്ള വില നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഖനനം. കോശ ശ്വസനത്തിന്റെ ഏത് ഘട്ടമാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്? ഓപ്ഷൻ എ ആണ്, ഗ്ലൈക്കോളിസിസ്. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്ന ദിവസം? ഓപ്ഷൻ ബി ആണ് ആൻസർ, നവംബർ 14 ആണ്. കുരുമുളകിൽ ദ്രുതവാട്ടത്തിന് കാരണമായ രോഗകാരി? ഓപ്ഷൻ സി ആണ്, ഫംഗസ്. മുഗ ഏതിനത്തിൽപ്പെട്ട കൃഷിരീതിയാണ്? അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ, സെറികൾച്ചർ ആണ്. വൃക്കയുടെ ഏത് ഭാഗത്താണ് അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്, കോർട്ടക്സ്. ദ്രവീകരണ ലീന താപത്തിന്റെ യൂണിറ്റ് എന്ത്? ഓപ്ഷൻ എ ആണ്, ജൂൾ ബാർ കിലോഗ്രാം ആണ്. ആറ്റത്തിന്റെ സബ്ഷെല്ലുകൾ ആകാൻ സാധ്യതയില്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 3F. ഗ്ലാസിന് മഞ്ഞനിറം ലഭിക്കാൻ അസംസ്കൃത വസ്തുക്കളോടൊപ്പം ചേർക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഫെറസ് സംയുക്തമാണ്. ഹേമറ്റൈറ്റ് ഏത് ലോഹത്തിന് പ്രധാന അയിരാണ്? ഓപ്ഷൻ ബി ആണ്, ഇരുമ്പ്. ഡിസ്ചാർജ് ലാമ്പിനുള്ളിലെ ഏത് വാതകം നിറച്ചാൽ ഓറഞ്ച് ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം ലഭിക്കും? ഓപ്ഷൻ സി ആണ് ആൻസർ, നിയോൺ ആണ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി? ഓപ്ഷൻ ബി ആണ്, ക്യാഷ് മെമ്മറി ആണ്.
താഴെ പറയുന്നതിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം? ഓപ്ഷൻ സി ആണ് ഫ്ലാഷ് മെമ്മറിയാണ്. വിക്കീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രൗസർ പ്രോഗ്രാമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ബിങ്. ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേര്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, പാൻ ആണ്, പാൻ. മലയാള മനോരമ, ജനയുഗം, കേരള കൗമുദി, വീക്ഷണം എന്നീ പത്രങ്ങളുടെ ആസ്ഥാനം യഥാക്രമം കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, കൊച്ചി. ഓപ്ഷൻ ബി ആണ് ആൻസർ. കൂട്ടത്തിൽ ചേരാത്ത ജോഡി? ഓപ്ഷൻ എ ആണ് ആൻസർ, എസ്.കെ. പൊറ്റക്കാട്, നാടൻ പ്രേമം. കോനേരു ഹംപി ഏതു കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ചെസ് ആണ്. സരസ്വതി സമ്മാൻ ഏതു വിഭാഗവുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ ബി ആണ്, സാഹിത്യം. തപ്പ പ്രധാന വാദ്യമായുള്ള കലാരൂപം? ഓപ്ഷൻ സി ആണ്, പടയണിയാണ്. കേരളത്തിലെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കിയത് 2020 ജനുവരി 1 മുതലാണ്. 2020 ജനുവരി 1 മുതൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ. PV സിന്ധു ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ്, ബാഡ്മിന്റൺ ആണ്. ഇന്ത്യയുടെ 2020-2021 ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി? ഓപ്ഷൻ സി ആണ്, നിർമ്മല സീതാരാമൻ ആണ്. സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ഓപ്ഷൻ എ ആണ്, ജിംസ് ആണ്. കൊറോണ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത്? ഓപ്ഷൻ സി ആണ്, വുഹാൻ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. JK അക്കാഡമി വഴി നിങ്ങൾക്ക് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന് ടെസ്റ്റ് എഴുതുന്നവർക്കും അതുപോലെ തന്നെ PSC-യുമായിട്ടുള്ള കോച്ചിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമാണ്. LD ക്ലർക്കിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേക കോച്ചിങ്ങുകളും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേക കോച്ചിങ്ങുകളും നമുക്ക് JK അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉടൻ തന്നെ ഇനി ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്ത് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബന്ധുക്കള്, സുഹൃത്തുക്കള്, അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും തന്നെ ഈ ചാനലിന്റെ ലിങ്കുകൾ അയച്ചു കൊടുത്ത് മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത കണക്കാണ് 2.7 × 2.7 × 2.7 പ്ലസ് 2.3 × 2.3 × 2.3 ഭാഗം 2.7 ഹോൾ സ്ക്വയർ മൈനസ് 2.7 × 2.3 പ്ലസ് 2.3 ഹോൾ സ്ക്വയറിന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ, 5. അപ്പോൾ ഈ കണക്കിനെ സംബന്ധിച്ച ക്വസ്റ്റ്യനുകൾ ഒരിക്കൽ കൂടി ഞാൻ വിശദമായിട്ട് കണക്ക് നമുക്ക് ഒന്നുകൂടി ചെയ്ത് പഠിക്കാം. അത് ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. രണ്ട് സംഖ്യകളുടെ തുക 47, അവയുടെ വ്യത്യാസം 43 എന്നാൽ ആ സംഖ്യകളുടെ ഗുണനഫലം എത്ര? ഓപ്ഷൻ സി ആണ് ആൻസർ, 90 ആണ്. 1 - 1/2, 1 - 1/3, 1 - 1/4, 1 - 1/5 വില? ഓപ്ഷൻ ബി ആണ് ആൻസർ, 1/5 ആണ്. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളും നമ്മൾ അംശബന്ധം 3:2 ആണ്. പെൺകുട്ടികളുടെ എണ്ണം 24, ആൺകുട്ടികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി ആണ് ആൻസർ, 16 ആണ്. 240 16 3.2%. അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ, 40 ആണ്. ഒരു വാച്ച് 10% നഷ്ടത്തിൽ 540 രൂപയ്ക്ക് വിറ്റു. എന്നാൽ വാങ്ങിയ വില എത്ര? ഓപ്ഷൻ ബി ആണ് ആൻസർ, 600 ആണ്. ഒരു ക്ലാസ്സിലെ 12 കുട്ടികളുടെ മാർക്കിന്റെ ശരാശരി 40 എന്ന് കിട്ടി. പിന്നീട് 2 കുട്ടികളുടെ മാർക്ക് 54 വരെ 42 എന്ന് 50 വരെ 74 എന്ന് തെറ്റായി രേഖപ്പെടുത്തിയെന്ന് മനസ്സിലായി. എന്നാൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കിന്റെ യഥാർത്ഥ ശരാശരി എത്ര? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 39 ആണ്. രമ ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. രമണി അതേ ജോലി 18 ദിവസം കൊണ്ട് തീർക്കും. രാജുവും രമണിയും കൂടി ആ ജോലി 4 ദിവസം കൊണ്ട് തീർക്കും. എന്നാൽ രാജുവിന് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? ഓപ്ഷൻ എ ആണ് ആൻസർ, 9. 5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ നിന്നും 216 ഡിഗ്രി കേന്ദ്ര കോണുള്ള ഒരു വൃത്താംശം വെട്ടിയൊരു വൃത്തസ്തൂപിക ഉണ്ടാക്കിയാൽ വൃത്തസ്തൂപികയുടെ ആരം എത്ര? ഓപ്ഷൻ സി ആണ് ആൻസർ, 3 സെന്റിമീറ്റർ ആണ്. 1 + 2 + 3 + 100. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 5050 ആണ്. ശ്രേണിയിൽ അടുത്ത പദം ഏത്? MHC, OKG, QNK, SQO. അത് ഓപ്ഷൻ എ ആണ് ആൻസർ, UTS ആണ്. റൊട്ടേറ്റ് എന്നതിനെ സ്റ്റാർ ഇൻറ്റു %% ഹാഷ് എന്നും ഫാർമർ എന്നതിനെ സ്ലാഷ് % സ്റ്റാർ ഭാഗം ഹാഷ് സ്റ്റാർ എന്നൊക്കെ കോഡ് നൽകിയാൽ മീറ്റർ എന്നിങ്ങനെ കോഡ് ചെയ്യാമെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. ഒറ്റയാനെ കണ്ടെത്തുക. അതിനകത്ത് ഓപ്ഷൻ ഡി ആണ് ആൻസർ, 672 ആണ്. ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാട്ടി രാജു പറഞ്ഞു, എന്റെ മുത്തശ്ശിയുടെ ഏക മകന്റെ മകളാണ് ആ പെൺകുട്ടി. രാജുവിന് പെൺകുട്ടിയുമാണ് ബന്ധം എന്ത്? ഓപ്ഷൻ സി ആണ് ആൻസർ, സഹോദരനാണ്. ഒരാൾ 15 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്ന ശേഷം വലത്തോട്ട് 20 മീറ്റർ സഞ്ചരിച്ചു. പിന്നീട് 10 മീറ്റർ ഇടത്തോട്ട് സഞ്ചരിച്ച ശേഷം വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ സഞ്ചരിച്ചു. യാത്ര ആരംഭിച്ച സ്ഥാനത്ത് നിന്ന് എത്ര ദൂരത്തിലാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, 25 മീറ്റർ ആണ്. ഒരു ക്ലോക്കിലെ സമയം 6:15 അതിന്റെ പ്രതിബിംബത്തിലെ സമയം എത്ര? 5:45 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഒരു ക്ലോക്കിലെ സമയം 8:20 ആണെങ്കിൽ ഇതിലെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി തമ്മിലുള്ള കോണളവ്? ഓപ്ഷൻ ബി ആണ് ആൻസർ,
130 ഡിഗ്രിയാണ്. 2019 ഏപ്രിൽ 17 ബുധനാഴ്ച, 2019 ജൂൺ 12 തീയതി ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ബുധനാഴ്ച ആയിരിക്കും. പ്ലസ് എന്നാൽ ഭാഗവും, ഇൻറ്റു എന്നാൽ മൈനസും, ഭാഗം എന്നാൽ ഇൻറ്റുവും, മൈനസ് എന്നാൽ പ്ലസും ആയാൽ 15 + 3 - 8 ഇൻറ്റു 4/2 വില. ഓപ്ഷൻ എ ആണ് ആൻസർ, 5 ആണ്. സമാന ബന്ധം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് 3:72 4:4 ചോദിച്ചേക്കുന്നത്. ബി ആണ് ആൻസർ, 46 ആണ് ഉത്തരം. മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഡാഷ് കൊറോണ. ഓപ്ഷൻ എ ആണ് ആൻസർ, ഓഫ് ആണ്. ഐ ഡാഷ് എ മാഡ്മാൻ യെസ്റ്റർഡേ. ഓപ്ഷൻ ബി ആണ് ആൻസർ, സോയാണ്. റിച്ചാർഡ് ഈസ് ഡാഷ് ഓണസ്റ്റ് പേഴ്സൺ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ആന്. രാമു സെൽഡം അറ്റൻഡ്സ് ദ മന്ത്ലി മീറ്റിംഗ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ഡസ് ഹി ആണ്. ഇഫ് ഐ വെയർ യു ഐ ഡാഷ് അബൌട്ട് ഇറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, വുഡ് കംപ്ലൈൻ. They dash him for many years. Option A ആണ്, no ആണ് ആൻസർ. Roger is the dash of the 4 brothers. Option B ആണ്, eldest ആണ്. I dashed my old friend after 15 years. Option A ആണ്, ran into. Write a passive form. Have you seen a tiger? Option A ആണ് ആൻസർ, has a tiger been seen by you ആണ്. Choose the correct one. A good deal of time was wasted on this issue. Anthophobia related to. Option D ആണ് ആൻസർ, ഫ്ലവർ ആണ്. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. ഓപ്ഷൻ ബി ആണ്, ക്യൂർ ആണ്. റാണി ഈസ് ഡാഷ് എ പേഴ്സൺ. ഓപ്ഷൻ ബി ആണ് ആൻസർ, വിറക്ടസ് ആണ്. അക്ബർ വാസ് ഡാഷ് ടു ഹ്യൂമാനിയൻ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഹീർ ആണ്. രാമു ഗോട്ട് ഡാഷ് ടു അഫോർഡ് എ കാർഡ്. ഓപ്ഷൻ ഡി ആൻസർ, ഇനഫ് മണിയാണ്. ദ ആന്റോണി ഓഫ് ദ വേർഡ് ടോർമെന്റ്. ഓപ്ഷൻ എ ആൻസർ, ലീവ് ആണ്. വൺ വേർഡ് ഫോർ കം ഔട്ട് ഓഫ് സഡൻ പ്ലെന്റിഫുൾ ഫ്ലോ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഗഷ് ആണ്. ഗോ ടു ദ ഡോഗ്സ് മീൻസ്. ഓപ്ഷൻ എ ആൻസർ, ബി റൂയിൻഡ്. വിച്ച് വൺ ഈസ് കറക്റ്റ്ലി സ്പെൽഡ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പാസ്റ്റ് ടൈം. ഫോക്സ് പാസ് മീൻസ്. ഓപ്ഷൻ സി ആണ് ആൻസർ, സോഷ്യൽ ബ്ലണ്ടർ ആണ്. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി ആണ് ആൻസർ, പിഞ്ഞാണം പോലുള്ള വർണ്ണം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക, ചുരുക്കി പറയുക എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വല്ലപാടും നേടിയ വിജയം എന്താണ് വിശേഷണത്തിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ ആണ് ആൻസർ, എങ്ങനെയെങ്കിലും. പൂരണി തത്തിതമേത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഒന്നാമൻ. യഥാവിധി വിഗ്രഹിച്ച് എഴുതുക. ഓപ്ഷൻ ബി ആൻസർ, വിധി എങ്ങനെയോ അങ്ങനെ. ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി ആണ്, കയ്യാമോ ആണ്. പിരിച്ചെഴുതുക. കണ്ണീർ പാടം. ഓപ്ഷൻ സി ആണ് ആൻസർ, കണ്ണീർ പ്ലസ് പാടമാണ്. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിന്റെ സമാന പദം എഴുതുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ, സന്തോഷദായകമാണ്. വാക്യം ശരിയായി എഴുതുക. തൊഴിൽ ലഭിച്ചവരിൽ 100% നിരാശരാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, സ്വാമികൾ. ഇത്രയുമാണ് നമ്മൾ +2 ലെവൽ പ്രിലിമിനറി എക്സാമിന് രണ്ടാം ഘട്ടത്തിലെ ക്വസ്റ്റ്യനുകളും അതിന്റെ ആൻസറുകളും. ഇതാണ് പ്രൊഫഷണൽ ആൻസർ കീ ആണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ഓഫിനെ സംബന്ധിച്ചുള്ള ഒരു 2 ഘട്ടവും പൂർത്തിയാക്കി. രണ്ടാം ഘട്ടം ഏറ്റവും പ്രയാസമുള്ള എക്സാമാണ്. വളരെ പ്രയാസമായിരുന്നു. എല്ലാവരും വളരെ പ്രയാസമാണെന്നാണ് വിളിച്ചു പറഞ്ഞത്. സാറേ ഭയങ്കര പ്രയാസമായിരുന്നു, എങ്ങനെയായിരിക്കും കട്ട് ഓഫ് വരിക എന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും വളരെ ആശങ്കയോടെ കാത്തിരിക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ LDC ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകളും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള കോച്ചിങ് ക്ലാസ്സുകളൊക്കെ നമുക്ക് ചാനലിലൂടെ ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സാം ടൈമിൽ ടൈം മാനേജ്മെന്റ് ചെയ്യാനുള്ള ടൈം മാനേജ്മെന്റ് എങ്ങനെ കീപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ഓരോ കണക്കൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ടൈം മാനേജ്മെന്റിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ കട്ട് ഓഫ് എങ്ങനെയാണ് കട്ട് ഓഫ് PSC നിർണ്ണയിക്കുന്നതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അതെല്ലാം ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിന്ന് വീഡിയോകളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ +2 ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 38 മുതൽ 50 വരെ കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് എൻ്റെ ഒരു ധാരണ ഇരിക്കുന്നത്. കാരണം വെച്ചാൽ കട്ട് ഓഫ് ഇനിയിപ്പം ചിലപ്പോൾ ഒരു ശകലം കൂടെ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ കട്ട് ഓഫ് ഒരിക്കലും കൂടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടലിരിക്കുന്നത്. കാരണം വെച്ചാൽ കട്ട് ഓഫ് എത്ര ആൾക്കാരെ ഉൾപ്പെടുത്തുന്നു എന്നുള്ള അനുസരിച്ചാണ് നമുക്ക് കട്ട് ഓഫ് PSC നിർണ്ണയിക്കുന്നത്. എന്നാലും ഏകദേശം നമുക്കൊരു 38 മാർക്ക് 50 മാർക്കിന് ഇടയ്ക്കൊക്കെ 38 തൊട്ട് 50 മാർക്ക് വരെ ഒക്കെ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും കട്ട് ഓഫ് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും
കട്ട് ഓഫ് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തി എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും. ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ കാണാം.